ഹലോ ഗൈസ്, എൻ്റെ പേര് സിനി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലെറ്റ്സ് പ്ലേൻ്റെ 6ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ എപ്പിസോഡത്തെ ഗോൾ പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാറ്റി വെച്ച നമ്മളെ സ്ട്രോങ് ഹോൾഡിൻ്റെ എക്സ്പ്ലോറിംഗ് ആണ് നമ്മൾ ഈ 6ാമത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ മൈൻ എത്തിച്ച സ്ഥലം ഇപ്പോൾ ഈ സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊന്ന് ഫുള്ളൊന്ന് ലൂട്ടണം. നമ്മൾ മൈനിങ് ഏരിയൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മൈനിങ് ഏരിയ അല്ല, നമ്മളെ സ്ട്രോങ് ഹോൾഡിൻ്റെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടോർച്ച് ലൈറ്റ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മണ്ടനായി ഗൈസ്. ഞാൻ വീടിൻ്റെ നെറുവിൽ തന്നെ ടോർച്ച് ലൈറ്റ് ഒരു ചെസ്റ്റിൽ 10 ടച്ച് ചെയ്യുന്നത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ നേരെ അടി പോയിട്ട് വില്ലേജിൽ നിന്ന് 2 ടോർച്ച് എടുത്താണ് ആകെപ്പാടെ 3 ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ മേലെ പോയി ആ ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് വരാം. ഈ ചെസ്റ്റിലാണ് ഉള്ളത് ടോർച്ച് ലൈറ്റ്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് ആ 10 ടോർച്ച് ലൈറ്റ് കജ്ജിലെടുത്തേക്കാം. എന്നിട്ട് നമുക്ക് നേരെ അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നിടത്തേക്ക് വിടാം. എക്സ്പ്ലോറിങ് മാത്രമല്ല ലൂട്ടിങ്ങും ഉണ്ട്. നമ്മൾ ഫുള്ള് ലൂട്ടിയിട്ടാണ് വരുള്ളൂ. എക്സ്പ്ലോറിങ് മാത്രമല്ല, ചിലപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് ഫുള്ളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് കജ്ജിനൊക്കെ നമ്മൾ ചെയ്തിട്ട് തിരിച്ചു പോരും. അപ്പോൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അടിയിൽ കൂടെ ഇറങ്ങി പോവാം. ടോർച്ച് ലൈറ്റ് കുറച്ച് ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. അയ്യോ ഇപ്പോൾ കൊയിഞ്ഞടി ഗൈസ്. അവിടെ നമുക്കൊന്ന് മൂടി വെക്കണം. അതിന് ഇവിടുത്തെ ഇതൊന്നും എടുക്കണം. മറ്റേ നേരെ വരുമ്പോൾ നേരെ ലാവയിൽ എടുക്കേണ്ടി വരും ഗൈസ്. നമ്മളെ ലൂട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാൻഡ് ഇങ്ങനെ മെല്ലെ മെല്ലെ പൊട്ടിച്ച് ഇങ്ങനെ ഇറങ്ങാം. ഇന്നലത്തോടെ സ്കെൽട്ടണൊന്നും ഇല്ലാതെ മതി. പക്ഷെ നമ്മളൊക്കെ പൊട്ടിച്ചിപ്പോൾ ഇറങ്ങുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഈ സൈഡിലായിട്ടൊന്ന് മൂടണം. അപ്പുറ സൈഡിലൊന്ന് മൂടിയിട്ട് വേണം നമുക്കിവിടെ തുറക്കാനായിട്ട് ഗൈസ്. അവിടെ നിന്ന് ഒരു ബ്ലോക്ക് മാത്രം മൂടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സോംബീസുകൾ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരും. അയ്യോ സാൻഡ് അറിയാതെ അവിടെ വീണു ഗൈസ്. നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ എടുക്കാം. പക്ഷേ നമുക്ക് അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറാം. ഇനിയിപ്പോൾ മൂടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പേടിയൊന്നുമില്ല ഗൈസ്. നമ്മളടുത്ത് ഷീൽഡ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ നേരെ മുമ്പിലായിട്ടൊരു സ്പൈഡറിനെ കാണാണ്ട്. സ്പൈഡർ ഡേഞ്ചറാണോ ഡേഞ്ചർ അല്ലേ നമുക്കൊന്ന് എടുത്ത് പോയിട്ട് വേണം അറിയാൻ. നമ്മളിവിടെ ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. നമ്മൾ ടോർച്ച് ലൈറ്റ് വെച്ചാണ്ട് വെളിച്ചം വെപ്പിച്ചാണ്. ക്രീപ്പറെ കണ്ടതിലാണ് ഗൈസ് സീന്. നമ്മളെ ഷീൽഡൊക്കെ പൊട്ടാനായി എടുക്കാണ്. മിക്കവാറും പൊട്ടാനുള്ള സാധ്യത ഉണ്ടാവും. നമുക്ക് ഇവിടുത്തെ ഈ ഡോറൊക്കെ ഒന്ന് തുറന്ന് മൊത്തത്തിലൊന്ന് ആകാശം. നമ്മൾ ലൈബ്രറി എത്തിയിട്ടുണ്ട്. ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്കും നമുക്ക് ഒപ്പിച്ചണം. പിന്നെ ഇവിടെ ചെസ്റ്റ് ഉണ്ടാവും അറിയില്ല. ചെസ്റ്റ് ഉണ്ടോ നോക്കണം. ലൈബ്രറീൻ്റെ മുകളിലെ ചെസ്റ്റ് ഉണ്ടാവില്ല ഗൈസ്. ഇവിടുത്തെ ഇങ്ങനെ നമുക്ക് ഈ സ്ട്രിങ്ങുകളിങ്ങനെ പൊട്ടിച്ച് പോവാം. ലൈബ്രറീൻ്റെ മുകൾക്കൊന്ന് പോയി വെക്കണം. അതിൻ്റെ മുമ്പ് ഗൈസ് ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ് കണ്ടോ ചെറിയ സംശയം ഗൈസ്. ഈ സൈഡിലായിട്ടൊരു ചെസ്റ്റ് കണ്ടു ഗൈസ്. അവിടെ കണ്ടു. നമ്മളാ ലേഡർ കയറുന്നതിൻ്റെ അടുക്കാണ് കണ്ടത്. ഇതിൽ നമുക്കൊരു എൻചാൻമെൻറ്റ് ബുക്ക് ഇട്ടിട്ടുണ്ട്. ലോയാലിറ്റിയാണ്, ലോയാലിറ്റി 3. പിന്നെ കുറച്ച് ബുക്കും പിന്നെ മറ്റേ എന്താ അതിൻ്റെ പേര് ട്രിം. ഓക്കെ, നമ്മൾ ആ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്കുകൾ നമുക്ക് പൊക്കണം. അത് നമുക്ക് പൊക്കാം. നമ്മൾ ബുക്ക് കുറച്ച് ബുക്ക് എടുത്തിട്ട് വേണം പോകാൻ. എത്ര ബുക്ക് വേണമെന്നൊന്നും തീരുമാനിച്ചില്ല. നമുക്ക് കുറച്ച് കയ്യിനത്ര എടുത്ത് പോകാം. നമ്മളെ എക്സ് എന്തായാലും പൊട്ടാനായിന്. അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിനത്ര ബുക്ക് നമുക്ക് എടുക്കാം. ഓവർ ബുക്കൊന്നും എടുക്കണില്ല. അപ്പോൾ നമ്മൾ ഈ ബുക്ക് മൊത്തം എടുക്കണ ഒരു റീക്യാപ്പ് കണ്ടോളി. ഗൈസ് നമ്മൾ അടുത്ത ചെസ്റ്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് 4 റെഡ് സ്റ്റോൺ ആണ്. പിന്നെ 3 കോളും. അപ്പോൾ കോളൊക്കെ വെറുതെ നിൽക്കട്ടെ, വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അടിയിലേക്ക് ഇറങ്ങി വെക്കാം. ഓക്കെ ഗൈസ്, ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എത്തും കിട്ടിയില്ല. ഇനി താഴത്തും കൂടി ഒന്ന് കുഴിച്ചൊക്കെ എളുപ്പത്തിന് ഉണ്ടെങ്കിലോ ഒന്നുമില്ല ഗൈസ്. എന്നാലും നമുക്ക് ഈ അടിയത്തെ സ്റ്റെപ്പ് കൂടെ ഇറങ്ങി വെക്കാം. എക്സ്പ്ലോർ ചെയ്ത് നല്ല കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവിടെയൊക്കെ നമ്മൾ ഓൾറെഡി പോയി നോക്കിയതാണ് ഗൈസ്. അവിടെ ഒന്നും ഒന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കിംഗ് ആണ്. നമുക്ക് ഈ നേരെയുള്ള വഴിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വഴി. അവിടെ ഒന്ന് പോയി നോക്കാം. ബസ് ഇവിടെ ചുറ്റിനും നോക്കിയിട്ട് ഒന്നും കാണാനില്ല. ഈ ഡോറിൽ കൂടെ ഒന്ന് പോയി നോക്കാം. അതായത് നമ്മളിത് വേറൊരു വഴിയിലെത്തിയിട്ടുണ്ട്. അയ്യോ ഗസ്, ഇത് നമ്മൾ ഓൾറെഡി പോയ സ്ഥലമാണ്.
ഓക്കെ നമ്മളിവിടെ ആ സോംബി ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് നേരെ ഈ ഡോർ കൂടെ ഈ ഡോർ അടിച്ച് സോംബിനെ പറ്റിച്ച് മുങ്ങാം. നമുക്കിനിപ്പോൾ ഏക വഴി അറിഞ്ഞപ്പോൾ എയിലാണ്ട് പോയിട്ടാണോ അറിയില്ല. നമുക്ക് നമ്മളെ അടുത്ത ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ചെസ്റ്റ് തുറന്നപ്പോൾ അതിൽ 2 അയണും 2 ആപ്പിളും ആണുള്ളത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നിൽക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ഒക്കെ ചെസ്റ്റൊക്കെ കിടന്നോട്ടെ, ചെസ്റ്റൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ചെസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് വേറെ ലൈബ്രറിയാണ്. അതേപോലത്തെ 2 ലൈബ്രറിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഈ കുറേ എൻചാൻമെൻറ്റ് ബുക്കുകളുണ്ട്, ഒന്നും വായിച്ചു നോക്കാൻ നേരമില്ല. അൺബ്രേക്കിംഗ്, ഫെദർ ഫാളിങ്, ഇതൊക്കെ നമുക്ക് ഉപകാരവും ഗൈസ്. ഒക്കെ നമുക്ക് നമ്മളെ കയ്യിലെടുത്തേക്കാം. കോമ്പസ് എല്ലാം ഉണ്ട്. ഇതിങ്ങനെ ഒരുമിച്ച് നിൽക്കില്ലല്ലോ ഗൈസ്. നമുക്ക് ഇതൊക്കെ ഇപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ ഒക്കെ നമ്മളെ ഇൻവെൻറ്ററിൽ എടുത്തേക്കണം. നമ്മളൊന്നും ബാക്കി വെക്കാൻ പാടില്ല. മറ്റേ ഇവിടുന്ന് ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവില്ല. അപ്പോൾ ഗൈസ് 2 ട്രിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ട്രിമ്മിനല്ല അതിൻ്റെ പേര്, അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്താണ്ട് ഫുള്ള് നമ്മൾ കജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മളൊന്ന് ഡെഡായി ഗൈസ്. എന്നാലും നമ്മൾ പോയി എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നേരെ ചെസ്റ്റിൽ കൊണ്ടുവയ്ക്കണം. ഈ ചെസ്റ്റ് എടുത്തത് നമുക്ക് മറ്റേ ഡബിൾ ചെസ്റ്റ് ആക്കാനാണ്. അല്ല, നമുക്ക് നമ്മളെ വീടിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് അവിടെ ഡബിൾ ചെസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടാണ്ട്. അപ്പോൾ ആ ഈ ടൈം നമ്മളിതാ ഇവിടെ വെക്കുന്ന ഈ ടൈം നമുക്ക് ഈ അയണകളൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് നേരെ ആദ്യം വിട്ട് വെക്കാം. പിന്നെ നമുക്ക് ഒക്കെ കറക്റ്റിന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് എൻചാൻമെൻറ്റ് ബുക്കുകളൊക്കെ ഒന്ന് അതിലിട്ടേക്കാം. എൻചാൻമെൻറ്റ് ബുക്കുകളൊക്കെ നമുക്ക് നല്ല ആവശ്യം വരും. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ടേക്കാം. എല്ലാം പാടെ അല്ല, അയണ്, കോമ്പസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇട്ടേക്കാം. ഇവിടെ ഇങ്ങനത്തെ ആടുള്ളൂ. പിന്നെ ഹസ്ബൻഡ് ബ്രെഡ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് ഇനി ഈ പേപ്പറുകളൊക്കെ അവിടെ ഇട്ടേക്കാം. പേപ്പറുകൾ നമുക്ക് ചിലപ്പം ട്രേഡിങ്ങിന് എന്തിനാ ഉപയോഗിക്കില്ല, എനിക്കറിയില്ല ഗൈസ്, കറക്റ്റ് അറിയില്ല ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് എന്തും ഇടാല്ലേ. നമുക്ക് ഇനിയിപ്പോൾ അത് കറക്റ്റ് ഒരു ലെവലിൽ വെച്ചേക്കാം. ബുക്കുകളൊക്കെ മേലിൽ വരുന്ന രീതിയിൽ വെച്ചേക്കാം. നമ്മൾ ഇതൊക്കെ നമ്മൾ അടിയിലേക്ക് എടുത്തിട്ടാണ്. എന്നിട്ട് ബുക്കുകൾ നേരെ ഒരു ഇങ്ങനെ നിൽക്കണ പോലെ ഒന്ന് ആക്കി വെക്കണം. നമുക്ക് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 56 ബുക്ക് ഉണ്ട്. അതിനോട് നമുക്കൊരു ബുക്ക് ഷെൽഫ് കുറച്ചാണ് ഉണ്ടാക്കിയാൽ നമ്മളെ വീട്ടിൽ വെക്കണം. അപ്പോൾ നമുക്കിത് ഇതൊക്കെ ഒന്ന് നേരെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ പേരല്ലേ ഓർമ്മയില്ല. അതായത് നമ്മളിത് ആ ബുക്കുകളൊക്കെ നേരെ വെച്ചിട്ടുണ്ട്. ടോട്ടലി നമുക്ക് 6 ബുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഇവിടെ നിന്നോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.